അപ്പോൾ നമ്മുടെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാലൻസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് ഇറങ്ങി നമുക്ക് പോകാനുള്ള സ്ഥലം എവിടെയാണെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എനിക്ക് സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പോകാനുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഓട്ടോ വിളിക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ 2 ഓട്ടോയാണ് വിളിച്ചത്. അപ്പോൾ ഞാനും എൻ്റെ ബേബിയും കിഡ്സും കൂടിയാണ് ഈ ഒരു ഓട്ടോയിൽ പോകുന്നത് കേട്ടോ. വേറെ ഓട്ടോയിൽ വലിയ ആൾക്കാർക്ക് വേറുള്ളവരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് എനിക്ക് എപ്പത്തും സ്ഥലം എന്ന് ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയൂല സ്ഥലം എവിടെയാണ്, അതെങ്ങനെ ഇരിക്കുന്നു ഒന്നും അറിയില്ല കേട്ടോ. ഫൈനലി നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. നമ്മൾ പോയിരിക്കുന്നത് വേറെ എങ്ങോട്ടും അല്ലായിരുന്നു, ഓഹോ ബീച്ച്. എന്താ നമ്മുടെ തൃശ്ശൂരുള്ള ഓഹോ ബീച്ചിലോട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. അടിപൊളി ഒരു ആംബിയൻസ് ആയിരുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്, ഞാൻ ഇതുവരെ കണ്ട ബീച്ചുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായൊരു ബീച്ചായിരുന്നു ഇത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പം മക്കളും എല്ലാവരും ഉണ്ട്. ഞാൻ ശ്രീകുട്ടൻ സത്യത്തിൽ ഛർദ്ദിച്ച് അവശനാകുന്ന വിചാരിച്ചത്, പക്ഷെ അവൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ബീച്ചിലോട്ട് നടക്കുകയാണ്. അവിടെ എത്തപ്പോഴേക്കും ഒരാളും കൂടെ കൂടി, ഒരു ഷംതത്താൻ്റെ ആരായിരുന്നു, മുത്തുമ്മയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് പേഴ്സണലി ആളെ അറിയില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ മന്ദം ബീച്ചിലോട്ട് നടക്കുകയാണ്. അവിടെ പോയപ്പോഴത്തേനും പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കണ്ട കിച്ചാപ്പിയും ശ്രീകുട്ടനും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ബീച്ച് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പിള്ളേർ നമ്മൾ അയച്ചിട്ടിരിക്കുന്നത്, എവിടെ 5-6 വലിയ ആൾക്കാരുണ്ട് കുട്ടികളുടെ കൂട്ടത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ അവർക്കും ഒരു എൻജോയ്മെൻറ്റ്. ഒന്നാമത് വെക്കേഷൻ തീരുന്നതിൻ്റെ തലേദിവസം അങ്ങനെ നമ്മൾ പോയത്. അപ്പോൾ തന്നെ പിള്ളേർക്ക് കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ് കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കളി, നമ്മൾ എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരം വെള്ളത്തൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവരെ കരയിലാണ് നിർത്തിയിരിക്കുന്നത്, ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പത്തെ ഷാംതാത്താൻ്റെ ഷാംതാത്ത എല്ലാവരും ഉണ്ട് കേട്ടോ. ആ ഒരു സെക്യൂരിറ്റീൻ്റെ പുറത്താണ് നമ്മൾ കുട്ടികളെ ഇങ്ങനെ കളിക്കാനായി വിട്ടാക്കിയത് കേട്ടോ. അവർ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള കുറച്ച് പേര് കരയിലും വന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിള്ളേരെ അങ്ങ് വിളിച്ചിട്ട് വന്നു കരയിലോട്ട്. പിന്നെ ശ്രീകുട്ടൻ പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ടും വെള്ളത്തിൽ കളിച്ചതുകൊണ്ടാണ് തോന്നണം, ഭയങ്കരമായിട്ടും തണുപ്പുണ്ട്, നമുക്ക് ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ വന്നില്ല. ഞാനും ശ്രീകുട്ടനും കൂടെ പോയിട്ട് ശരിയെന്നും പറഞ്ഞ് ഞങ്ങൾ വേഗം പോയി ചായ കുടിക്കാനായിട്ട് പോയിട്ടോ. അവിടെ പോയി നോക്കുമ്പോൾ കട്ട്ലേറ്റ്, സമൂസ, പോക്കറ്റ് ഷവർമ അങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു പോക്കറ്റ് ഷവർമയൊന്നും മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കട്ട്ലേറ്റാണ് മേടിച്ചത് കേട്ടോ. കാരണം എങ്ങാനും ശ്രീകുട്ടൻ ഛർദ്ദിച്ചാലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ്. പിന്നെ ഞാനും അങ്ങ് ഒരു കട്ട്ലേറ്റ് എടുത്ത് കഴിച്ചു. വെജ് കട്ട്ലേറ്റ് ആയിരുന്നു കേട്ടോ. കാരണം ചിക്കൻ കട്ട്ലേറ്റൊക്കെ കഴിക്കാൻ പേടിയാണ്, എങ്ങാനും ഫുഡ് പോയിസൺ അടിച്ചാലോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് കേട്ടോ. വേറെ ഉള്ള കുഴപ്പം കാരണമൊന്നുമല്ല. പിന്നെ കോഫി ചോദിച്ചപ്പോൾ അവർ ഒരു 1/2 മണിക്കൂർ സമയമാവുമെന്നും പറഞ്ഞ് ആ കോഫിക്കുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. ബാക്കി ഞാൻ ബാക്കിൽ